മദ്രസകൾക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകാനാവില്ലെന്ന് സുപ്രീം കോടതിയിൽ NCPCR റിപ്പോർട്ട് വന്നിരിക്കുന്നു. കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാൻ മദ്രസകൾ അനുയോജ്യമല്ലെന്ന് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ബാലാവകാശ സംരക്ഷണ സ്ഥാപനമായ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് സുപ്രീം കോടതി അറിയിച്ചു. മദ്രസകളിലെ പാഠപുസ്തകങ്ങൾ ഇസ്ലാമിന്റെ ആധിപത്യം അവകാശപ്പെടുന്നതാണെന്നും കമ്മീഷൻ പറഞ്ഞു. പാഠ്യപദ്ധതിയിൽ കുറച്ച് NCERT പുസ്തകങ്ങൾ ചേർക്കുന്നത് ശരിയായ വിദ്യാഭ്യാസം നൽകുന്നുവെന്ന തോന്നലുണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്നും കുട്ടികൾക്ക് ഔപചാരികവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാവുന്നില്ലെന്നും NCPCR അറിയിച്ചു. ഗുണനിലവാരമില്ലാത്ത പാഠ്യപദ്ധതി, അധ്യാപകരുടെ യോഗ്യതകൾ, ധനസഹായം ലഭ്യമാകുന്നതിലെ സുതാര്യമില്ലായ്മ, ഭൂനിയമങ്ങളുടെ ലംഘനം എന്നിവ മദ്രസകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായി NCPCR ഉയർത്തിക്കാട്ടി. മദ്രസകളിൽ നിയമിക്കപ്പെടുന്ന അധ്യാപകർ പ്രധാനമായും ആശ്രയിക്കുന്നത് ഖുറാനും മറ്റു മതഗ്രന്ഥങ്ങളും പഠിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗത രീതികളെയാണ്. അത് മതത്തിന്റെ പരമ്പരാഗത അടിസ്ഥാനത്തിൽ മാത്രമാണ് നിലകൊള്ളുന്നതെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാമൂഹിക പരിപാടികളോ ഫീൽഡ് ട്രിപ്പുകൾ പോലെയുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളോ എങ്ങനെ ആസൂത്രണം ചെയ്യുന്നതിനെ കുറിച്ച് ഭൂരിഭാഗം മദ്രസകൾക്കും ഒരു ധാരണയുമില്ല. പഠനത്തിന്റെ പല നിർണായക ഘടകങ്ങളും ഇല്ലാത്തതിനാൽ ഇത് കുട്ടികളെ മുന്നേറ്റത്തിന് സഹായിക്കുന്നുമില്ല. ഈ അടിസ്ഥാന ആവശ്യകതകൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നതിലൂടെ മദ്രസകൾ കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസത്തിനുള്ള മൗലികാവകാശത്തെയാണ് ലംഘിക്കുന്നത്. കുട്ടികൾക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം മാത്രമല്ല, ആരോഗ്യകരമായ അന്തരീക്ഷവും വളർച്ചയ്ക്കുള്ള മെച്ചപ്പെട്ട അവസരങ്ങളും ഇവിടെ നിഷേധിക്കപ്പെടുന്നുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു. ബീഹാർ, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മദ്രസകളിൽ ഇസ്ലാമിന് പുറത്തുള്ള കുട്ടികളും പഠിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകുന്നത് ഭരണഘടനയുടെ 28(3) അനുച്ഛേദത്തിന്റെ ലംഘനമാണ്. ഇത് മതപരമായ പ്രബോധനത്തിലോ ആരാധനയിലോ നിർബന്ധിത പങ്കാളിത്തത്തിനെതിരായ അവകാശം ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. 2004 ഉത്തർപ്രദേശ് ബോർഡ് ഓഫ് മദ്രസ വിദ്യാഭ്യാസ നിയമം റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുള്ള ഹർജികളോടുള്ള പ്രതികരണമായാണ് മുതിർന്ന അഭിഭാഷകൻ സ്വരൂപമ ചതുർവേദിയും അഭിഭാഷകൻ അഭയ് പരീഖ് മുഖേന NCPCR റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്.